ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ നിന്ന് തന്നെ. ഇതൊക്കെ എന്ത്? എന്റെ മകളെ ഭർത്താവ് 2 വെറ്റ് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. പെണ്ണുങ്ങൾ വെറ്റ് 2 വീട്ടിൽ നിന്ന്. എന്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിൽ നിന്ന്. കളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്. എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഇസ്ലാം മതത്തിന്റെ പ്രഭാഷകരുടെയും പ്രബോധകരുടെയും പ്രചാരകരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രാഥമിക അറിവുകളുമില്ല. സ്വാഭാവികം. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. 100% ഇങ്ങനെ കുടുംബത്തിൽ മൊത്തം അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. 10ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. ഞാനേ പഠിച്ചതൊക്കെ ബാംഗ്ലൂരിലാണ്. കുറച്ചു കാലം ബാംഗ്ലൂരിലായിരിക്കും, കുറച്ചു കാലം ജാർഖണ്ഡിലായിരിക്കും. ഇപ്പൊ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഞാൻ 2 days. വേറില്ല, ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. അപകടം വരും ചങ്ങായേ. ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ബ്രോണം കേടുവരും. കുലം മുടിക്കുന്ന കോമഡി അടിക്കല്ലേ. 1ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. മണ്ടൻ, മരമണ്ടൻ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു. മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് 5ാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത്. പുറത്തു വിട് ഈ വിഷയമൊക്കെ. പുറത്തു പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട. പുറത്തു പോട്ട് ഇതൊക്കെ. അപ്പൊ ഇതാണ് അവസ്ഥ. ഒരു മനുഷ്യരെ കൂടി കൊലക്കി കൊടുത്തു. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിന് മാതാവിനെ ഇല്ലാതാക്കി. പൂച്ച 6 പേർന്ന്, ആ ആട് പേർന്ന് 2, 3, 4. നായ 3ാം മാസം പേരുണ്ട്. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. അത് വിശ്വാസം എന്ന ഒരു മാരക വൈറസാണ്. ഈ കാലാണ് മുമ്പത്തെ കാലം പോലെ. മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് മുമ്പത്തെ പ്രസവം തന്നെ ഇപ്പത്തെ പ്രസവം. ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പൊ പറയാൻ വയ്യ. കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമ്പോൾ ഒരു വൈദ്യ സഹായം ആ വിഷയത്തിൽ നേടണമെന്നും അങ്ങനെ പോലും ചിന്തിക്കാൻ, എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എടുത്തു ഓടും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വൈദ്യസഹായം തേടുന്നതിനെ തടയുകയാണ് ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർ. ശരിക്കും പറഞ്ഞാൽ വേറെ പേരാ വിളിക്കേണ്ടത്. ഇവർ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.